വെറും ബോറായിരുന്നു, വെറും ബോർ. ജനം ചാനൽ എന്ത് പറ്റി? ശേഖര നീ എന്താ നന്നാവാതെ? വിരുവാഴമുട്ടത്തിന്റെ ചില ശിങ്കിടികളും. അല്ല, ഈ ജനം ചാനലിനെ നിങ്ങൾക്ക് വേറെ വിഷയമൊന്നുമില്ലേടേ? വിഷയമില്ലെങ്കിൽ നീ പറ, ഞാൻ കുറെ വിഷയങ്ങൾ എടുത്തിട്ടുണ്ട്, നല്ല കവറിംഗ് ആയ വിഷയങ്ങള്. വിരുവാഴമുട്ടം മാത്രമല്ല, വിരുവാഴമുട്ടത്തിന്റെ ചില ശിങ്കിടികളും ഭയപ്പെടുത്തിക്കൊണ്ടൊക്കെ രംഗത്ത് വരികയാണ്. അത് നോക്കാം നമുക്ക്. പാസ്റ്റർ ബിനുവാഴമുട്ടവും ശിങ്കിടികളും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നേ എന്ന പരാതിയുമായി ഇതാ ജനം TV വരികയാണ് സഹോദരങ്ങളെ. ബിനു വാഴമുട്ടം ഇപ്പോഴും ഇങ്ങനെ പരസ്യമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് എല്ലാവരും. ഓരോ ദിവസങ്ങളും ഇങ്ങനെ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കും. ഒരു 90s മുതൽ 2000 വരെയുള്ള കാലഘട്ടങ്ങളിൽ പാസ്റ്റർമാരെ നാട്ടുകാർ ഓടിച്ചിട്ടടിക്കുന്ന ഒരു ചരിത്രം കേരളത്തിലുണ്ട്. അങ്ങനെ ഇനിയും ചെയ്യാനും ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് മടിയൊന്നുമില്ല. അങ്ങനെ ഇനിയും ചെയ്യാനും ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് മടിയൊന്നുമില്ല. വളരെ പൈങ്കിളിയായിരിക്കണ്ടേ നീയൊക്കെ? ചില ദിവസങ്ങൾക്ക് മുൻപ് ജനം TV പുറത്തുവിട്ടൊരു വാർത്തയുടെ ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ആരൊക്കെയോ ചിലരെ വിളിച്ചുകൊണ്ടിരുത്തി ക്രൈസ്തവർക്കെതിരെ ഭയങ്കരമായ ഭീഷണി മുഴക്കുന്ന ഒരു വാർത്തയാണ് നിങ്ങൾ കണ്ടത്. ഹൈന്ദവരെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തല്ലിക്കാൻ ജനം TV ഒരുക്കുന്ന ഗൂഢാലോചനയാണോ എന്നുപോലും സംശയിക്കത്തക്ക നിലയിൽ വല്ലാത്ത അക്രമങ്ങൾ അഴിച്ചുവിടുന്ന നിലയിലാണ് ഇവർ വാർത്തകൾ അവതരിപ്പിച്ചത്. ഈ ചാനലിന്റെ ഒരു ഗതിയെ ബിനു പാസ്റ്ററും ശിങ്കടികളും ഭീഷണിപ്പെടുത്തിയെന്ന് ഇവർ പറയുമ്പോൾ വാസ്തവത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ജനം TV തന്നെയാണ് ചിലരെയൊക്കെ വിളിച്ചിരുത്തി ഇങ്ങനെ ക്രൈസ്തവർക്കെതിരെ വല്ലാത്ത ഭീഷണി മുഴക്കിക്കൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഇനിയും ചെയ്യാനും ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് മടിയൊന്നുമില്ല. ഞാൻ വരുന്നുണ്ട് പറഞ്ഞിട്ട്, ഞങ്ങൾ 1990 പെന്തക്കോസ്റ്റുകാർ അവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ അടിക്കുമായിരുന്നു. അപ്പോൾ സരസ്വതിയുടെ ഏതോ ഒരു പ്രസവം കഴിഞ്ഞിട്ട് വന്ന പെന്തക്കോസ് അത് എനിക്ക് തോന്നുന്നത്, ഞാൻ ഈ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഈ യവന്മാരൊക്കെ ഈ ഒറ്റയ്ക്ക് വരുമ്പോൾ വാലും ചുരുട്ടി ഇങ്ങനെ പോകാറുണ്ട്, എവിടെയെങ്കിലും ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ. പക്ഷെ ഏതെങ്കിലുമൊക്കെ സമ്മേളനമോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പിന്നെ ജയന്തികളോ വരുമ്പോൾ യവന്മാർ 1000-10,000 എണ്ണമൊക്കെ വരുമ്പോൾ യവന്മാർ റോഡൊക്കെ വിടുന്നൊളിഞ്ഞ് ഇങ്ങനെ വരാറുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് വരുമ്പോൾ മിണ്ടാപ്പൂച്ച പോലെ പോകാറുണ്ട്. ഏതെങ്കിലുമൊക്കെ മീറ്റിങ്ങിൽ എവിടെ കൂടിയെങ്കിലൊക്കെ മീറ്റിംഗ് കഴിഞ്ഞ് ജയന്തികളൊക്കെ കഴിഞ്ഞ് റാലിയും കഴിഞ്ഞ് കുറെ എണ്ണം കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഏതെങ്കിലും അപ്പായി പാഷമാരി എന്ന് വിളിക്കുന്നതിനെ കുറിച്ചാണ് അവൻ പറയണത്. മനസ്സിലായില്ലേ? അന്ന് പെന്തക്കോസ്ത് പാസ്റ്റർമാർ ഓടി വരുമ്പോൾ ഞങ്ങളെല്ലാം കൈകാര്യം ചെയ്യുമായിരുന്നു. കൈകാര്യം ചെയ്യണം മോയ്, നീ കൈകാര്യം ചെയ്യുവോടാ? നീ കഴിവുള്ള നീ വിലപ്പോണെടുത്ത് കൈകാര്യം ചെയ്യുമോ? നീ എന്തിനാണ് വിചാരിച്ച അടിയെന്ന് പറയുന്നത് ഈ കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതാ? അടി വാങ്ങിക്കാൻ കൂടെ ഉള്ളതാണ് ഇത്. ഞാൻ പറയണ എനിക്ക് പ്രാഗൽഭ്യമുണ്ട്, കാരണം അടി കൊണ്ടിട്ടുണ്ട്, അടി കൊണ്ട് ഓടിയിട്ടുണ്ട്, അകത്ത് കിടന്നിട്ടുണ്ട്. മനസ്സിലായല്ലേ? ജനം TVയിലെ അവതാരകൻ പരസ്യമായിരുന്നു കൊണ്ട് ഹിന്ദുക്കൾ പണ്ടത്തെ പോലെ വോട്ടിച്ചിട്ടടിക്കാൻ മടിയില്ലെന്ന് പറഞ്ഞ് അക്രമാസക്തവും കലഹവും നിറഞ്ഞ വാക്കുകൾ അഴിച്ചുവിടുന്നതിനെതിരെ ഷാജി പാലിയോടെന്ന് പറയപ്പെടുന്ന മനുഷ്യൻ സ്വാഭാവികമായി പ്രതികരിച്ചു. അതിനെയാണ് ഇവർ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് കരയുന്നത്. അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ഏതു മനുഷ്യനും ഇങ്ങനെ മതവിദ്വേഷം അഴിച്ചുവിടുന്ന വാർത്തകൾക്കെതിരെ അറിയാതെയെങ്കിലും പ്രതികരിച്ചു പോകും. ഇതിപ്പോൾ വാദി പ്രതിയായെന്ന് പറയുന്നത് പോലെയാണ്. ഇനി ഞമ്മ എന്ത് ചെയ്യും മല്ലയ്യ? വാർത്തകൾ ജനത്തെ തമ്മിൽ തല്ലിപ്പിക്കാനുള്ളതല്ല. ജനം TVക്കെതിരെ ഭീഷണിയുമായി യൂട്യൂബർ. പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെതിരായ വാർത്തകൾ നൽകിയതിനാണ് ഭീഷണി. ഷാജു പാലിയോട് എന്നയാളാണ് യൂട്യൂബിലൂടെ ഭീഷണി മുഴക്കിയത്. ഷാജി പാലിയോട് എന്ന വ്യക്തി താൻ തന്റെ യൂട്യൂബ് ചാനലിൽ ചെയ്ത ഒരു വലിയ വീഡിയോയുടെ ചില ഭാഗങ്ങൾ മാത്രം മുറിച്ചെടുത്താണ് ജനം TV ഇങ്ങനെയൊരു വാർത്ത അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരാൾ ഒരാശയം പറയുമ്പോൾ അതിന്റെ പകുതി കേട്ടതുകൊണ്ട് അത് മുഴുവനും മനസ്സിലാകണമെന്നില്ല. എന്നാൽ ജനം TV ചെയ്തത് ഷാജി പാലിയോട് എന്ന വ്യക്തി തന്റെ ചാനലിൽ ചെയ്ത വീഡിയോയെ മുറിച്ചെടുത്ത് ആർക്കും കേട്ടാൽ മനസ്സിലാകാത്ത രീതിയിൽ ചില ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തെടുത്ത് അതിനെതിരെ പ്രതികരിച്ചാണ് ഇങ്ങനെ മുമ്പിലേക്ക് വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഷാജി പാലിയോട് എന്ന വ്യക്തി തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ച വാർത്ത ജനം TVയിലെ അവതാരകർ വളഞ്ഞിരുന്നു കൊണ്ട് പാസ്റ്റർമാരെ ഹൈന്ദവർ പണ്ടത്തെ പോലെ ഓട്ടിച്ചിട്ടടിക്കാൻ മടിയില്ല, ഇനിയും അത് ചെയ്യുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നതിനെതിരെയാണ് ഷാജി പാലിയോട് അദ്ദേഹം തന്റെ ആശയങ്ങൾ, ആ അക്രമാസക്തമായ വാക്കുകൾക്കെതിരെയാണ് ഷാജി പാലിയോട് എന്ന മനുഷ്യൻ തന്റെ പ്രതികരണം വീഡിയോയിൽ കൂടെ അറിയിച്ചത്. അതിനെയാണ് ജനം TV മുറിച്ചെടുത്ത് വാർത്ത അവതരിപ്പിക്കുന്നത്. പാപം, വേറെ വാർത്തകളൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ടാണോ എന്തോ. അല്ല, മറ്റേ ഈ അയോധ്യയിലെ വിഷയം നീയൊക്കെ ചർച്ച ചെയ്യില്ല, നമുക്കറിയാം.
അയോധ്യയിൽ ഈ നടന്ന വിഷയങ്ങൾ, പിന്നെ മറ്റേ പോറ്റിയെ കേറ്റിയെ, അത് നീയൊക്കെ ചർച്ച ചെയ്യില്ല. അതൊക്കെ എന്തെല്ലാം കണ്ടന്റ് അതൊക്കെ ചർച്ച ചെയ്യില്ല നീയൊക്കെ. താൻ ക്രിമിനൽ കേസ് പ്രതിയാണെന്നും ജനം TV മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുമെന്നുമാണ് ഭീഷണി. ജനം ടിവിയിലെ മാധ്യമപ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷാജി പാലിയോട് പറഞ്ഞത് ഞങ്ങളെ താൻ കൈകാര്യം ചെയ്യുമെന്നാണ്. സത്യത്തിൽ അതല്ല വാസ്തവം. ക്രിസ്ത്യാനികൾക്കെതിരെ വെല്ലുവിളിച്ചു പറഞ്ഞ്, പണ്ടത്തെ പോലെ പാസ്റ്റർമാരെ അടിക്കുമെന്ന് പറഞ്ഞ് ആ വാക്കുകൾക്കെതിരെയാണ് ഷാജി പാലിയോട് ചോദിച്ചത് നിങ്ങൾ കൈകാര്യം ചെയ്യുമോ എന്ന്. നീ നല്ല കടയിൽ കയറി ഉണ്ടിട്ടില്ല എന്ന് പറഞ്ഞ കാര്യം വളരെ സത്യമാണ്. ഇന്നും ഇങ്ങനെ അക്രമാസക്തമായ വാക്കുകൾ അടിച്ചുവിടുന്നതിന്റെ പിന്നിൽ പണ്ടെപ്പോഴോ ഇതുപോലെയുള്ള അക്രമങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ നിയമപരമായ ഒന്നും ആരും എതിർത്ത് കാണാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ അവർക്ക് അന്ന് അതിനെതിരെ, ആ വിദ്വേഷത്തിനെതിരെ, ആ ആക്രമണത്തിനെതിരെ ആരും പ്രതികരിച്ച് കാണില്ല. അതുകൊണ്ടാണ് ഇന്നും അതുപോലെയുള്ള വാക്കുകൾ അവർ അഴിച്ചുവിടുകയും ജനങ്ങളെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നത്. കൈകാര്യം ചെയ്യണം മോയ്, നീ കൈകാര്യം ചെയ്യുവോളാ? നീ കഴിവുള്ള നീ വിലപ്പോണെടുത്ത് കൈകാര്യം ചെയ്യുമോ? നീ എന്തിനാണ് വിചാരിച്ചത്? അടി എന്നുള്ളത് ഈ കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതാ, അടി വാങ്ങിക്കാൻ കൂടെ ഉള്ളതാണ്. ഇപ്പോഴും കൃത്യമായ രീതിയിൽ സത്യസന്ധമായ വാർത്തകൾ തന്നെയാണ് ജനസമക്ഷം എത്തിക്കുന്നത്. ജനം TV അവകാശപ്പെടുന്നത് ഞങ്ങൾ പറയുന്ന വാർത്തകളെല്ലാം സത്യസന്ധമായതെന്നാണ്. എന്നാൽ അത് സത്യസന്ധമാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ദയവ് ചെയ്ത് ജനം ചാനൽ നട്ടാൽ കുരുക്കാത്ത കള്ളം പറയരുത്. ജനം TV ഈയിടെ പുറത്തുവിട്ട നട്ടാൽ കുരുക്കാത്ത കള്ളം പറഞ്ഞ വീഡിയോ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച വീഡിയോ, ഇതാ നിങ്ങളത് കണ്ടു നോക്ക്. ഒരു പുതിയ വാർത്ത കാണാനിടയിൽ തീർന്നു. ജനം ചാനൽ പുറത്തുവിട്ട വാർത്തയാണ്. അതിലിങ്ങനെയാണ് പറയുന്നത്: പാസ്റ്റർ പ്രിൻസ് എന്ന ഒരാൾ ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി. ഇയാളുടെ അനുയായിയായിട്ടുള്ള ഒരു പാസ്റ്ററാണ്. അയാളുടെ ആ സ്ഥാപനത്തിൽ തന്നെ ഈ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്ന ഒരു പാസ്റ്ററാണ് ഈ പ്രിൻസ് എന്ന് പറയുന്ന വ്യക്തി. അയാൾക്കെതിരെയാണ് ഇപ്പോൾ ലൈംഗിക ആരോപണം ഉയർന്നിരിക്കുന്നത്. ഈ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ പ്രാർത്ഥനയ്ക്കെത്തിയതാണ് ഈ വീട്ടമ്മ. തുടർന്ന് ഇയാൾ വീട്ടിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അവസാനിപ്പിച്ചു തരാം, അതിന് വീട്ടിലെത്തി പ്രാർത്ഥന നടത്തണമെന്ന് പറഞ്ഞാണ് ഈ വീട്ടമ്മയെ സമീപിച്ചത്. സ്നേഹിതരെ, ഞങ്ങൾക്ക് എലോഹിമിൽ പ്രിൻസ് എന്നൊരു പാസ്റ്റർ ഇല്ല. ഇന്നുവരെ ഞങ്ങൾ ഈ പ്രവർത്തിക്കുന്ന ഇത്രയും കാലത്തിനിടയ്ക്ക് പ്രിൻസ് എന്ന് പേര് പറയപ്പെടുന്ന ഒരു കർത്തൃദാസനും ഒരു പാസ്റ്ററും ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നില്ല. ദയവ് ചെയ്ത് ജനം ചാനൽ നട്ടാൽ കുരുക്കാത്ത കള്ളം പറയരുത്. ഏതെങ്കിലും നിലയിൽ ഞാനുമായി എന്തെങ്കിലും കാര്യങ്ങൾ ബന്ധിപ്പിക്കാൻ എന്തിനാണ് ജനം ചാനലെ നിങ്ങൾ ഈ കടഞ്ഞു പരിശ്രമിക്കുന്നത്? നിങ്ങൾ സത്യം പറയൂ, നിങ്ങൾ അതപ്പതിക്കരുത്. ഇതുപോലെയുള്ള അടിസ്ഥാനരഹിതമായ വാർത്തകൾ കൊണ്ടുവരും. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, പാസ്റ്റർ പ്രിൻസ് എന്നൊരാൾ ഞങ്ങളുടെ ഇല്ല. ആരോപണ വിധേയരായ ഒരാളെ ഞങ്ങൾ, കേസുകളിൽ പ്രതികളായ ആളുകളെ ഞങ്ങൾ പാസ്റ്റർമാരെ എടുക്കാറില്ല. നിങ്ങൾ കൃത്യമായി ഓർക്കുക. ദയവ് ചെയ്ത് ഞങ്ങളുടെ കൂടെ അങ്ങനെ ദൈവദാസൻ ഇല്ല എന്ന് ഏറെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. വളരെ ഗുരുതരമായ തെറ്റായ ആരോപണങ്ങൾ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെതിരെയും തൻ്റെ സഭയ്ക്കെതിരെയും അടിച്ചേൽപ്പിച്ച ഒരു ചാനലാണ് ജനം ചാനൽ എന്ന് പറയുന്ന ഈ ചാനൽ. അവർ പറഞ്ഞ കള്ളത്തരമാണ് ഒന്നാമത്തത് നമ്മളിവിടെ കണ്ടത്. ആ വീടെന്തോ ഒരു വീട് വെക്കുന്നു, പുതുക്കി പണിയുന്നു. ആ വീടിന്റെ എന്തോ ഒരു ഭാഗത്തിലെ ഒരു കംപ്ലൈന്റ് ആയതുകൊണ്ട് ഒരു മേസരെ വിളിച്ചു ചെയ്യുന്നു. അതും ഒരു കുറ്റമായിട്ട് ഇവിടെ ആരോപണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ബിനു വാഴമുട്ടം വിലക്കെടുത്തുകൊണ്ടാണ് ഈ നടപടികളൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്താ ഈ ബിനു വാഴമുട്ടത്തിനെ വെള്ളപൂശുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇത്തരക്കാർ കരാർ ഏറ്റെടുത്ത് ചെയ്യുന്നതായിട്ടുള്ള വാർത്തകൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജനം ചാനലിലെ ഈ വ്യക്തി പറയുന്നത് ബിനു പാസ്റ്റർ ജനങ്ങളെ വാടകയ്ക്ക് പൈസ കൊടുത്തെടുത്ത് തന്നെ വെള്ളപൂശാൻ, തൻ്റെ തെറ്റുമറയ്ക്കാൻ, അല്ലെങ്കിൽ തന്നെ അനുകൂലിക്കാൻ വേണ്ടി പൈസ കൊടുത്താണ് ഇങ്ങനെ ആൾക്കാരെ ഇറക്കി ഓരോ വീഡിയോ ചെയ്യുന്നതെന്ന്. ഈ പറഞ്ഞത് 100% തെറ്റായിട്ടുള്ള കാര്യമാണ്. അവർ പറഞ്ഞത് 100% കള്ളത്തരമായിട്ടുള്ള കാര്യമാണ്. ഇതവർക്ക് തെളിയിക്കണമെങ്കിൽ അവർ അതിൻ്റെ തെളിവുകൾ നിരത്തിയതിന് ശേഷം സംസാരിക്കണം. അല്ലാതെ അതെങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയരുത്. ഈ വാർത്ത ചെയ്യുന്ന ഞാനും, എനിക്ക് ബിനു പാസ്റ്റർ 1 രൂപ പോലും തന്നിട്ടില്ല. എന്നിട്ടാണ് ഈ അനീതിക്കെതിരെ ഞാൻ ഈ വാർത്ത ചെയ്യുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞ ഷാജി പാലിയോട് BJP ആരാധന ആലയത്തിന്റെ എതിരെ നിന്നുകൊണ്ട് ആരാധന സ്വാതന്ത്ര്യം തടഞ്ഞപ്പോൾ ഷാജി പാലിയോടെന്ന് പറയപ്പെടുന്ന മനുഷ്യൻ ആദ്യമായി വീഡിയോ ചെയ്യുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ വാക്കുകളിൽ ഒന്നിങ്ങനെയാണ്: എനിക്ക് ആ പാസ്റ്ററെ കുറിച്ച് അറിയില്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, പക്ഷേ അനീതിക്കെതിരെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഷാജി പാലിയോട് അന്ന് വാർത്ത ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം തന്നെ ഷാജി പാലിയോടിന് പോലും ബിനു വാഴമുട്ടം പാസ്റ്ററിനെ അറിയില്ല. പക്ഷേ ഞങ്ങളെല്ലാം സംസാരിക്കുന്നത് ഈ അനീതിക്കെതിരെയാണ്. ഇപ്പോഴും കൃത്യമായ രീതിയിൽ സത്യസന്ധമായ വാർത്തകൾ തന്നെയാണ് ജനസമക്ഷം എത്തിക്കുന്നത്. വെറും ബോറായിരുന്നു, വെറും ബോർ.
ബിനുവാഴമുട്ടം മാത്രമല്ല, ബിനുവാഴമുട്ടത്തിന്റെ ചില ശിങ്കിടികളും ഭയപ്പെടുത്തിക്കൊണ്ടൊക്കെ രംഗത്ത് വരികയാണ്. നീ ആലോചിച്ച് നോക്കും, മറ്റ് ചിതര ചാനലുകളുടെ മറുനാടൻ, ഈ ITV ഇവരൊക്കെ 1-2 വീഡിയോ ഇട്ട് അങ്ങ് നിർത്തി. ഓക്കെ, പക്ഷെ അവർക്കറിയാം ഇനി കേട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ തന്നെ മോശം. കാരണം ജനങ്ങൾ കാര്യന്തരം തിരിച്ചറിഞ്ഞു. ഒരു വൃത്തസാധനം വാസ്തവത്തിലെ ഇപ്പൊ അവന്മാര് ആരോപിതരാകപ്പെട്ടു, ജയിലിലാകപ്പെട്ടു. അതിനകത്ത് കിടന്ന വിഷയം അവിടെ വന്നവര്, കൊണ്ടുവന്നവര്, അടിച്ചെന്ന് പറഞ്ഞവര്, കുട്ടികള്, ഇതിന്റെയൊക്കെ ആധികാരികമായ വിഷയങ്ങളിലേക്ക് ഞാൻ ചെയ്യുന്നില്ല. ഒരു വസ്തുതയുണ്ട്, മനസ്സിലായില്ലേ? പൊതുജനം ഇപ്പോൾ അറിഞ്ഞിരിക്കുന്ന ശരിയുണ്ട്, പക്ഷെ സത്യമുണ്ട്. ഈ ഭൂമിയിൽ സത്യം ശരി എന്നുള്ളത് രണ്ടാണ്. അത് വേറെ വിഷയം. അതിന് എന്തായാലും കോടതിയുടെ പരിഗണനയിലിരുന്ന് കോടതിയുടെ ആയിരിക്കുന്നതായിരിക്കൊള്ളട്ടെ. പക്ഷെ ഈ ഇദ്ദേഹത്തെ ഇട്ട് ഇങ്ങനെ ഓരോ ദിവസം ചാനലിലിട്ട് വെറുതെ വാർത്താ ദാരിദ്ര്യം ഇട്ട് ഇങ്ങനെ ഇട്ട് പൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ജനം ചാൽപ്പിച്ച് മതിയാക്കണം. അല്ല, എനിക്കൊരു കാര്യം, BJP അധികാരികളെടുക്കൽ, സംഘപരിവാറിന്റെ അധികാരികൾ പറയുന്നത് ഈ ജനം ചാനലിൽ ഇപ്പോൾ ഈ ചെയ്യുന്ന വളരെ തരംതാണ തരത്തിലാണ്. നിങ്ങളുടെ പാർട്ടിയെ തന്നെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. നിങ്ങൾ പാർട്ടി പോലും അറിയാതെ യുവമാര് ഇതിനകത്തിരുന്നു കൊണ്ട് എന്തോ ഒരു അജണ്ട ഇതിനകത്ത് നിറവേറുന്നു. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഇത്രയും ഒരു തുടരത്തുറ ഓരോ വിഷയം, അരിക്കൊമ്പന്റെ വിഷയം വന്നു, 2-3 എപ്പിസോഡ് വന്നു. ഈ ഗോൾഡൻ ചാൻസ് ശബരിമല ശ്രീധരപിള്ള വിഷയം അതും കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. ഫ്രാങ്കോ വിഷയം കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ആ ദുഃഖം കുറച്ച് ദിവസം, അച്യുതാനന്ദന്റെ മരിച്ച ദിവസം കുറച്ച് ദിവസം, ദിലീപിന്റെ വിഷയം കുറച്ച് ദിവസം. അത് അടുത്ത ട്രെൻഡ് വരുമ്പോൾ മാറുന്നു. അതാ ഇപ്പൊ വേറെ പുതിയ ട്രെൻഡ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയിട്ട് കളിക്കുന്നതാണോ? പക്ഷെ ഈ ഇദ്ദേഹത്തിന്റെ വിഷയം മാത്രം ഇട്ടിട്ടിട്ട് എപ്പിസോഡായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ കാര്യം എന്തിനാണെന്ന് പറയാം. ഇനിയിപ്പോ ED അവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് ചെക്കിങ്ങിനോ ക്രൈംബ്രാഞ്ചോ വീട്ടിൽ കയറി ചെക്ക് ചെയ്യാൻ വരാൻ വേണ്ടിയാണോ? അവര് കാണിക്കപ്പെട്ടില്ല, പൈസ കണക്കാക്കി പൈസ കൂടി കൊണ്ടുവരാൻ പറയാം. അതുകൊണ്ട് ജെല്ല നിങ്ങൾ വെച്ച് മതിയാക്കുന്നതാണ് നല്ലത്. വെറും തപ്പ്, നാണക്കേട്. ഈ ജനചാനലില് ഇങ്ങേരും കൂടെ എന്തെങ്കിലും അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങേർക്ക് അങ്ങനെ പോകത്തൊക്കെ കൊടുക്കത്തൊക്കെ പൈസയൊന്നുമില്ല. വല്ല ഇദ്ദേഹം ഇടയിൽ അമ്മമാര് വന്ന് തലവേദന പനിയെടുത്ത് ഇതിന്റെ പിന്നെ നമ്പിയാരോ ആരോ കാണാൻ തോന്നുന്നു, പാഴ്ത്ത വായിക്കണം. അവന്മാരൊക്കെ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പാഷൊന്നുമില്ല, രഹസ്യമായിട്ടുള്ള പറഞ്ഞ് അനുരഞ്ജനമായോ എന്ന് എനിക്കറിയില്ല. അല്ല പിന്നെ ഇവിടെ പിന്നെ മാതാമൃതാനന്ദമയ്യും പിന്നെ കോടികൾ വെട്ടിച്ചവന്മാരും അല്ലെങ്കിൽ പോട്ട് ഇവിടെ എന്തെല്ലാം ഇവിടെയൊക്കെ ആചാര്യന്മാരുടെ കാര്യങ്ങളൊക്കെ ഇവിടെ യോഗ സെന്റർ, മറ്റേ ബാബാ സ്വാമികൾ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഒരുപാടൊക്കെ ഉള്ളപ്പോ ഇതിനെല്ലാം മാറ്റിവെച്ചിട്ട് പക്ഷെ ഈ ഒരു വിഷയം ഇങ്ങനെ ഇട്ടിട്ട് വെറും ബോറായിരുന്നു. വെറും ബോർ. ഈ കഴിഞ്ഞ ഒരാഴ്ചയായി തുടരെ ഈ ജനം ചാനലിൽ ബിനു വാഴമുട്ടം പാസ്റ്ററുമായി ബന്ധപ്പെട്ട് ചർച്ചകളും വിശകലനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈയിടയ്ക്ക് ഏതോ ഒരു കോന്തനെ വിളിച്ചുകൊണ്ടിരുന്നുണ്ട്. പാസ്റ്റർമാരെ നാട്ടുകാർ ഓടിച്ചിട്ട് അടിക്കുന്ന ഒരു ചരിത്രം കേരളത്തിലുണ്ട്. അങ്ങനെ ഇനിയും ചെയ്യാനും ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് മടിയൊന്നുമില്ല. ഈ കൈകാര്യം ചെയ്യുവാടാ നീ? കഴിവുള്ള നീ വിലപ്പോണെടുത്ത് കൈകാര്യം ചെയ്യുമോ? നീ എന്തിനാണ് വിചാരിച്ച അടിയെന്ന് പറയുന്നത് ഈ കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതാ? അടി വാങ്ങിക്കാൻ കൂടെ ഉള്ളതാണ്. ഇത് ഞാൻ പറയണ എനിക്ക് പ്രാഗൽഭ്യമുണ്ട്. കാരണം അടി കൊണ്ടിട്ടുണ്ട്, അടി കൊണ്ട് ഓടിയിട്ടുണ്ട്, അകത്ത് കിടന്നിട്ടുണ്ട്. മനസ്സിലായല്ലേ? ഇത് പിന്നെ ഇന്നും ആരോപിതനും കേസിൽ പ്രതിയുമാണ്. അതൊക്കെ ഈ ഇന്ത്യയിലെ അറിയപ്പെട്ട കൂട്ടുപ്രതികളോടൊപ്പമുള്ള പ്രതിയാണ്. മനസ്സിലായല്ലേ? അതുകൊണ്ട് നല്ല അടി നീ കണ്ടിട്ടുണ്ടാടാ? നീ എന്തൊക്കെ സാറേ അടി വാങ്ങിച്ചു കുടിക്കുക, എല്ലായിടത്തിന്റെ അടുത്ത് വില പോകില്ല പറഞ്ഞേട്ടാണ്. നീ ഏതോ കൂട്ടം കൂടി ആഹു എന്നൊക്കെ പറഞ്ഞോട്ട് വരുമ്പോ വഴിയെ പോകുമ്പോ അപ്പച്ചമാര് റോഡിലേക്ക് നിന്ന് പിടിക്കും. നല്ല കടയക്കാർ ഉണ്ടിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള മറ്റേ വർത്തമാനങ്ങൾ വെച്ച് നീ മതിയാക്കണം. നീ പറഞ്ഞേട്ടാ, ഇത് നീ ആരെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി? ഇത് അതല്ല. അപ്പൊ നിന്റെയൊക്കെ ചിന്ത ഇങ്ങനെ നീയൊക്കെ എന്തിനാണ്? നീയൊക്കെ സമയം കിട്ടണമെങ്കിൽ ഹിന്ദു ആയിരുന്നാലും മുസ്ലിം ആയിരുന്നാലും അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിരുന്നാലും ഇതിലെ തലപ്പത്തിരിക്കണമാരായിരുന്നാലും BJP ആയിരുന്നാലും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ആയിരുന്നാലും നീയൊക്കെ ഒരു കോർ കമ്മിറ്റി നിങ്ങൾക്കൊക്കെ എല്ലായിടവും ഉണ്ട്. അതിവിടെ പാവട കൊടി പിടിക്കണവനും ഇങ്ങനെ ഇരിക്കണവനും പിന്നെ താഴെ കിടക്കണവനുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. നീയൊക്കെ അവിടെ കയറുന്നതുകൊണ്ട് ഞങ്ങൾ ഉണർന്നാലുണ്ടല്ലോ, നീയൊക്കെ എല്ലാം കൂടെ അവിടെ കിടന്നുകൊണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ റോഡിൽ കൂടി കിടക്കുന്ന അമ്മയ്ക്ക് മക്കളില്ലാതെ പോകുന്നു. നീ ഇവിടെ കിടന്ന് ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യുമ്പോ ഈ ഇവിടെ കിടക്കുന്ന ഇപ്പം കണ്ടില്ലേ, ഒന്നുമില്ല. ആ പള്ളിക്കാരി വന്നപ്പോ ആ പ്രസിഡന്റ് ഉൾപ്പെടെ കിടന്ന് അയ്യോ
അയ്യോ ഞങ്ങളെ പ്രതിയാക്കിയേ എന്ന് പറഞ്ഞ് മോങ്ങി കണ്ടല്ലേ. വന്ന ആരാവൻ കണ്ട പ്രതിയാക്കിയപ്പോ ആരിരുന്ന് ആര് കൂടെ ഉണ്ടായിരുന്നു? അതുകൊണ്ട് ചെയ്യണമെങ്കിൽ നീയൊക്കെ ഇറങ്ങി വന്ന് ചെയ്യും, നേതാക്കന്മാർ ഇറങ്ങി വന്ന് ചെയ്യും. പാവപ്പെട്ട അണികളായിട്ട് നീ ബൂസ്റ്റപ്പ് ഇങ്ങനെ ചെയ്യിപ്പിക്കുക. അതൊക്കെ പണ്ടൊക്കെ മനസ്സിലായല്ലേ, പണ്ട്. ഇപ്പോഴത്തെ എല്ലാ അണികളും ഹിന്ദു ആയിരുന്നാലും മുസ്ലിം ആയിരുന്നാലും ക്രിസ്ത്യാനി ആയിരുന്നാലും BJP ആയിരുന്നാലും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ആയിരുന്നാലും എല്ലാ ഇപ്പോഴത്തെ പയ്യന്മാർക്കും അമ്മമാർക്കും വിവരമുണ്ട്. ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടോ കുറെ കവിത കേട്ടത് കൊണ്ടോ ഇമോഷണൽ പാട്ടുപാട് ഘീ ജയ് കേട്ടത് കൊണ്ടോ ഒന്നും ചാടി അങ്ങ് ഇറങ്ങില്ല. അവനവന്റെ കുടുംബം, ഭാവി, ജോലി ഇതൊക്കെ എല്ലാവർക്കും അവന് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ഇതൊക്കെ ഇനി ഇളക്കി വിടുന്ന കാര്യങ്ങൾ മനസ്സിലായല്ലേ. ഏവം വിചാരിച്ചാലും 2 എണ്ണം ഇപ്പം കിട്ടൂടെ. പണ്ടൊക്കെയാണ് ഗുണ്ട എന്നൊക്കെ പറയുമ്പം ഒത്തിരി തഴി ഹൂ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഏത് ഞെരുന്ന് പയ്യൻ വിചാരിച്ചാലും അവന് 2 എണ്ണം കിട്ടും. 2 പേര് വരാൻ പറഞ്ഞാൽ 2 ചുരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ 2 എണ്ണം കിട്ടും. ആ കാലഘട്ടത്തിനാണ് ഇരുന്നുകൊണ്ട് ഇനി ഞങ്ങൾ അടിക്കും പിടിക്കുമെന്ന് പറയണത്. മനസ്സിലായി. നല്ല അടി കണ്ടവന്മാരൊന്നും ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങളൊന്നും പറയില്ല. അടി കണ്ടവനും കൊണ്ടവനും. മനസ്സിലായല്ലേ. ഈ മറ്റിതര ചാനലുകളൊക്കെ നോക്കുമ്പോ അവരൊന്നും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നില്ല. കാരണം ഒരു ഗ്രാമത്തിലെ സ്വന്തമായിട്ട് സ്ഥലം പോലും ഇല്ലാതെ വാടകയ്ക്ക് അവിടെ എവിടെയും കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് ആരാധിക്കുന്ന ഒരു പാസ്റ്റർ. പിന്നെ അദ്ദേഹത്തിന്റെ സംസാരവും ഭാവങ്ങളും ഈ പുറം കണ്ടു കഴിഞ്ഞാൽ ഒരു കോടികളുടെയൊക്കെ പ്രതിനിധിയാണ്. ആ 2 ഏക്കർ വസ്തു ലോണിനെന്തോ എടുത്ത് ലോണുകാരന്മാരെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് ED അന്വേഷിക്കണം. ഇടികാരന്മാരൊക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചിലപ്പോൾ 100 സ്വതരാഴ്ച ഇട്ട് കൊടുത്തിട്ട് പോകുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് കോടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയാണ്, അച്ഛാ ഈ നാട്ടുകാർക്ക് കേൾക്കുന്നവർക്കും എന്നെ കണ്ടപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ അങ്ങനെ ഒരു ധാരണ അവരുടെ ഉള്ളത്തിൽ തോന്നുവാൻ, ഈ ബൈബിളിലൊരു വാക്കുണ്ട്, ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോൽ എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളതാ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും മറ്റുള്ളവർ നോക്കുമ്പോൾ എല്ലാം ഉള്ളവനെ പോലത്തവര് എന്നാണ് അദ്ദേഹം എന്റെ അടുക്കൽ പറഞ്ഞത്. ഒരു സാധാരണ ഒരു പാസ്റ്റർ ആ ഓമല്ലൂര് അവിടെ ഏരിയയിലൊക്കെ അദ്ദേഹത്തെ കുറിച്ച് അറിയാം, സ്വന്തമായിട്ട് സ്ഥലം പോലും ഇല്ല. മനസ്സിലായില്ലേ. എന്റെ ബലമായ സംശയം ഈ ഇദ്ദേഹത്തിനെതിരെയൊക്കെ ഇട്ടവരെല്ലാം അനുരഞ്ജന പാതയിൽ മാപ്പ് കോപ്പ് എന്നൊക്കെ പറഞ്ഞൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്റെ ബലമായ സംശയം ഇവരുടെയൊക്കെ ഉള്ളതിനകത്ത് ഭയം വന്നിരിക്കുകയാണ്. കാരണം ഈ പീലാത്തോസ് പറഞ്ഞു, ഈ നീതിമാനിൽ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അപ്പോ കാരണമില്ലാതെയാണല്ലോ ഇദ്ദേഹത്തിനെതിരെ ആരോപണം നടത്തുന്നത് എന്നതോർത്ത് കുറ്റബോധം കൊണ്ട് എനിക്കിനി നാളെ വല്ലതും പറ്റുമോ, എനിക്കിനി ദൈവകോപം ഉണ്ടാകുമോ എന്നൊക്കെ പറഞ്ഞ് പലരും വന്ന് ഇപ്പൊ അനുരഞ്ജനത്തിന്റെ പാതയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിന് സമമായിട്ടാണെങ്കിലും അദ്ദേഹം ഒരു ഗ്രാമത്തിലൊരു പാസ്റ്റർ രഞ്ജിത്ത് അദ്ദേഹം എന്ത് ചെയ്തു, ആണോ അങ്ങനെയാണോ എന്ന് പറഞ്ഞ് അപ്പൊ ഒന്നുകിൽ അദ്ദേഹത്തെ നീ പൊലിപ്പിക്കാൻ നോക്കുന്നു, നീ പോലും അറിയാതെ അദ്ദേഹം ലോകം മൊത്തം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. 2 നിനക്കെന്തോ ഒരു ഭയം ഈ ജനം ചാനലിനകത്ത് വന്നിരിക്കുന്നു. പിന്നെ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യേണ്ട പൈസകളൊന്നും അന്തർധാരയിൽ ഇദ്ദേഹത്തിനകത്തില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഈ പണ്ട് കൂടെ വന്നവര് ആ കൂടെ വന്നവരുത്തെ പറഞ്ഞ കേട്ടു, വൃദ്ധസദനത്തിലെ വാർഡന്മാരെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ആണ് ഇവിടെ വന്നതെന്ന്. അപ്പൊ നീ എങ്ങനെയുടെ വന്നേ? അപ്പൊ നീയും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത സമയത്തെ ഒന്നുമില്ലാതെ തിരിഞ്ഞ സമയത്ത് ഇവിടെ വന്നപ്പോ അങ്ങേര് ഒരു നേരത്തെ ആഹാരം തന്നി നീ കാണിച്ചില്ല. നീ പറഞ്ഞ എന്തിനാണ് നീ പറഞ്ഞത്? നിന്റെ മഞ്ഞോവിലെ സാക്ഷ്യം പറഞ്ഞിട്ട് ഇവിടെ ക്യാൻസറും മുഴയും അല്ലെങ്കിൽ ആധികാരിക വിഷയങ്ങൾ ഇരിക്കുമ്പോൾ നിന്റെ മഞ്ഞനോവ് പറഞ്ഞ് സാക്ഷ്യം പറയാൻ വേണ്ടി എന്തിനാണ് അതിന്റെ ആവശ്യം ഇരിക്കണം അദ്ദേഹത്തിന്? ഇനി മഞ്ഞോ വരാതെ നോക്കിക്കോ. ഇനി അടുത്ത രക്തം ടെസ്റ്റ് ചെയ്യുന്നേ ബിലിറുബിന്റെ അളവ് ഇടയ്ക്കിടയ്ക്ക് നീ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ജനം TV ചാനൽ വെറും വൾഗർ, അത് വെറുതെ അല്ല നിങ്ങളൊക്കെ മലൻ TV എന്ന് വിളിക്കണം. സത്യമായിട്ട് ഇപ്പോഴെനിക്ക് മനസ്സിലായി. വെറും ഈ എപ്പിസോഡൊക്കെ എന്ന് പറഞ്ഞാൽ വെറും ബിനു വാഴമുട്ടത്തിനെ ഇത്രയും പ്രൊമോട്ട് ചെയ്യാൻ വാസ്തവത്തിൽ എനിക്കുള്ളിൽ സന്ദേഹം വന്നിടേ.
നിങ്ങൾ തമ്മിൽ അന്തർധാരയുണ്ട്. നമ്പ്യാരെ, അനിലേ, ജനമേ, ചാനലേ, എന്നെ കൂടി ഒന്ന് കുറച്ചൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യും, കുറച്ചുകൂടി ഒന്ന് വൈറലാവട്ടെ, നമുക്കൊന്ന് കാണാം. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ നിന്റെ മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും ഒരു അന്തർധാരയോ തമ്മിലുണ്ടോ എന്ന് എനിക്ക് തന്നെ സംശയിച്ചു. സാരാംശത്തിലൊന്നുമില്ല, ഞാനൊരു ചോദ്യം മാത്രം അവിടെ ചോദിച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് എനിക്ക് ഒരു പങ്കിളി കുഞ്ഞുങ്ങൾക്ക് വരെ നിങ്ങളുടെ അന്തർധാര അറിയാം എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചാനലിൽ ചർച്ചകൾ വരുമ്പോൾ ഹിന്ദു ഉണരും. ഹിന്ദു ഉണർന്നിരിക്കുകയാണ്, ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഉണർന്നിരിക്കുകയാണ്, മുസ്ലിമും ഉണർന്നിരിക്കുകയാണ്, എല്ലാ പാർട്ടിക്കാരും ഇപ്പോൾ ഉണർന്ന്, എല്ലാ പാർട്ടിക്കാരുടെ കയ്യിൽ ഫോണുണ്ട്, മനസ്സിലായി, എല്ലാവരും കാര്യങ്ങൾ, എല്ലാവരും ബോധമുണ്ട്. ഇനി അവരെ ഇനി ഒന്നേന്ന് ഉണർത്തണ്ട, വികാരം കൊടുത്തെന്നോ നീയൊക്കെ പറഞ്ഞോണ്ട് അവരവരുടെ വീട്ടുകാര്യങ്ങളും പിള്ളേരുടെ ഭാവി കാര്യങ്ങളും നമുക്ക് മര്യാദയ്ക്ക് ഇരിക്കുമ്പോഴാണ് മതം കൊണ്ടുവന്ന് മറ്റേ ഉരുവാക്കി വിടണവന്മാരാണ്. അതുകൊണ്ട് ഈ ചാനലുകാരവർ ചർച്ച ചെയ്യുമ്പോഴെല്ലാം ഇതൊക്കെ കേൾക്കുന്ന ഹൈന്ദവ എല്ലാ പാർട്ടിയിലുള്ളവരെല്ലാം സംഘടിക്കും, ഒന്നാകും. ഇനി അതൊക്കെ പോയി, അതൊക്കെ പഴയ മനുവിന്റെ കാലം. ഇത് മൈത്രേയന്റെ കാലഘട്ടമാണ്, ഇത് മൈത്രേയന്റെ കാലഘട്ടം, വിശാല കാലഘട്ടമാണ്, പൗരന്റെ കാലഘട്ടമാണ്, അടിയോന്റെ കാലഘട്ടമല്ല ഇത് മറ്റേ തൊമ്പ്രാൻ അടിയോന്റെ കാലഘട്ടം. അതൊക്കെ മാറി, മനസ്സിലായില്ലേ? എല്ലാവരുടെ മനസ്സെല്ലാം നല്ല വിശാലമായി കഴിഞ്ഞു. അതിന്റെ ഇടയിൽ വാസ്തവത്തിൽ മറ്റു ചാനലുകളെല്ലാം മൗനമായിരിക്കുന്നത്. അവർക്ക് വിവരമുണ്ട്, ഇതിന്റെയൊക്കെ സ്റ്റാൻഡേർഡ് നിലവാരം മലമാണെന്ന് ഒന്നുകൂടെ വന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇനിയെങ്കിലും വെച്ച് മതിയാക്കടെ ഇതിന്റെയൊക്കെ ഈ എപ്പിസോഡുകളെല്ലാം. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, കാര്യങ്ങളുടെ വകുപ്പിന് പോകട്ടെ. ഇതിന്റെ ഇടയിൽ കിടന്നുകൊണ്ട് നീയൊക്കെ കിടന്നുകൊണ്ട് ഈ കളിക്കുന്ന ഈ കഞ്ഞിയും കറിയും കളിയുണ്ടല്ല, വെറും ബോറ്. ഓക്കെ, അതുകൊണ്ട് ജനം TV ചാനൽ വേറും ചളം മലമായിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു? 5 പ്രാവശ്യം. ചാവാൻ വരച്ചാലേ രാവിലെ നിർത്താൻ പോവാം, നീ ജീവിക്കും. ഇന്ന് രാവിലെ ഒരു പ്രവചനം, നിന്റെ ഉപ്പ എഴുന്നേക്കും, ദൈവം നിന്റെ ഉപ്പായെ സൗഖ്യമാക്കും. ഞാൻ നിന്നോട് ദൂത് പറയാം, നിന്റെ ഭാര്യ തിരിച്ചു വരും, നിന്റെ കുഞ്ഞുങ്ങൾ തിരിച്ചു വരും. ഒട്ടും നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. മരിക്കണമെന്ന് 1000 വട്ടം നീ മനസ്സിൽ വിചാരിച്ച കർത്താവ് എന്നോട് പറയുക, ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ നീ ആള് മാറാൻ പോകുകയാ. ഒന്ന് കൈയടിച്ച് അധരമൊന്ന് തുറന്ന് യേശുവേന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ആളുകളും അല്പനിമിഷങ്ങൾ ആ 2 കരങ്ങളും അടിച്ച് യേശുവിനൊന്ന് നന്ദി പറയാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും കൂടെ ഒന്ന് കൈയടിച്ച് നന്ദി പറഞ്ഞു. ഞാനേ ഈ പ്രസംഗം എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെയാ കണ്ടുകൊണ്ടിരുന്നത്. ദൈവം എന്നോട് പറഞ്ഞു, നീ ഒരു മുസ്ലിം വീട്ടിൽ നിന്നാ വരുന്നത്. ഇന്ന് രാവിലെ ഒരു പ്രവചനം, നിന്റെ ഉപ്പ എഴുന്നേക്കും, ദൈവം നിന്റെ ഉപ്പായെ സൗഖ്യമാക്കും. കൈയടിക്കാൻ പറ്റുന്നവരെല്ലാം ഒന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച്. ബ്രദറെ, എത്ര പ്രാവശ്യം വരച്ചിട്ടുണ്ട് കൈ? ഒത്തിരി പ്രാവശ്യം. ഈ കയ്യെ വര മാത്രമേ ഉള്ളൂ, നിങ്ങൾ കണ്ടോ? ചാവാൻ വരച്ചല്ലയോ? ചാവല് നിർത്താൻ പോവാ, നീ ജീവിക്കും. ജീവിച്ചാൽ മതിയോ? നമ്മൾ ജീവിക്കും. ഉപ്പയുടെ പേരെന്തുവാ? സുലൈമാൻ. ഉപ്പ ഇവിടെ വരും ആരാധനയ്ക്ക്, ആരോഗ്യത്തോടെ ഇവിടെ വരും. ഞാൻ പ്രവചനം പറയുക, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ എന്നെ കാണിക്കുക. അങ്ങനൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് രാവിലെ ഉണ്ടായി വരും. ഈ കല്യാണം ഒഴിയാൻ കോടതി കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അവർക്ക് വേണ്ട. 2 കുഞ്ഞുങ്ങൾ. പിള്ളേർക്ക് നിങ്ങളെ ഇഷ്ടമാണോ? ഞാൻ ഈ മൂത്ത കുട്ടിയുടെ പേരെന്തുവാ? റിൻഷാദ്. ഇളയകുട്ടി ആമ്പിള്ളേർ. ഈ മൂത്ത കുട്ടിക്കൊക്കെ നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. ശരിക്കും അവർക്ക് നിങ്ങളെ വേണം. പക്ഷെ നിങ്ങൾ പോയൊരു കെണിപ്പെട്ടു, അല്ലയോ? കെണിപ്പെട്ട പെണ്ണ് നിങ്ങൾക്ക് പണിയും തന്നു. എത്ര കേസുണ്ട്? 6 കേസ്. എല്ലാ കേസും നിനക്ക് അനുകൂലമാവും.
പരിശുദ്ധാത്മാവെന്നോട് പറയുക, ഒന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയും. ഈ ചെറുപ്പക്കാരൻ എത്ര പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു? 5 പ്രാവശ്യം. എത്ര വയസ്സുണ്ട്? 36 വയസ്സ്. ജീവിക്കാൻ വയ്യാഞ്ഞിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ച ഇവൻ ആദ്യമായിട്ട് ഇവിടെ വന്ന എന്നെ ആദ്യമായിട്ട് കാണുമോ? ആണ്. കൈയടിച്ച് ദൈവത്തിന് രാമയും പറഞ്ഞോ. ഇന്ന് രാവിലെ ഈ യോഗത്തിനകത്ത് ഒരാൾ വന്നിട്ടുണ്ട്, നമ്മളെ എല്ലാരെയും കൂടെ അറിയാവുന്ന ഒരാള്. ആളിന്റെ പേര് യേശു എന്നാ. കർത്താവിന് നമ്മളെ അറിയാം. ആ ബന്ധം വിട്ടില്ലയോ? വിട്ടു. ഇനി ഒരു ബന്ധത്തിനും പോകരുത്. പോവോ? ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ശമ്പു എടുത്ത. ഇനി വെക്കല്ല. എനിക്ക് എൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, എലോഹീമിൽ ഇതും കൊണ്ടൊന്നും വരരുത്. വന്നാൽ ഞാൻ പൊക്കും. രാമയും പറഞ്ഞു, ഇനി ഉപയോഗിക്കണ്ട. വേണോ? വേണ്ട. തുടരുത്. ഒരു ലഹരിയും തുടരുത്. ഞാൻ നിന്നോട് ദൂത് പറയാ, നിന്റെ ഭാര്യ തിരിച്ചു വരും, നിന്റെ കുഞ്ഞുങ്ങൾ തിരിച്ചു വരും. നെയ്യും നിന്റെ ഭാര്യ നിന്റെ കുഞ്ഞുങ്ങളുമായിട്ട് എലോഹിമിൽ ആരാധനയ്ക്ക് വേണ്ടി വരും. വന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ആളുകളും ആ നാമത്തെ ഉറക്കെ ഒന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവേ എന്ന് ഉറക്കെ ഒന്ന് വിളിച്ച്, നമ്മെ നന്നായി അറിയാവുന്ന, നമ്മെ ജയത്തോടെ പാലിക്കുന്ന, നമ്മെ അത്ഭുതത്തോടെ കാക്കുന്ന ഒരു നല്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാരും കൂടെ ഒന്ന് കൈയടിച്ച യേശുവേ. എല്ലാരും ആ കൈ ഒന്ന് നീട്ടിപ്പിടിച്ചേ. മോനെ പേരെന്തോ നിന്റെ? നിഷാദ്. ആ കൈ ഒന്ന് നീട്ടിപ്പിടിച്ചേ. നിഷാദിന് വേണ്ടി എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ച്. നിഷാദിന്റെ ഉപ്പയ്ക്ക് വേണ്ടി ഉമ്മയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഉപ്പ തളർന്നു കിടക്കുക വീട്ടിൽ. ഇന്ന് രാവിലെ തിരിച്ച് നിഷാദ് വീട്ടിൽ ചെല്ലുമ്പോ ഉപ്പ എഴുന്നേറ്റ് വരാൻ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. നിഷാദിന് ആത്മഹത്യ ചെയ്യാൻ ഭയങ്കര ടെൻഡൻസിയാ. എന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ ആ ആത്മഹത്യ ടെൻഡൻസി ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുക. ഇന്ന് രാവിലെ ആത്മഹത്യ മാറിപ്പോകട്ടെ. ഇനിയും ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടാകരുത്. മരിക്കുന്ന ആ ചിന്ത മാറിപ്പോകട്ടെ. തമ്പുരാനെ, ഇവന്റെ ഭാര്യ തിരിച്ചു വരട്ടെ, ഇവന്റെ കുഞ്ഞുങ്ങളെ തിരിച്ചു വരട്ടെ, ഇവരെ ഒരുമിച്ച് എലോഹിമിൽ ആരാധനയ്ക്ക് വരട്ടെ, ഇവരെ ഒരുമിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കട്ടെ. എല്ലാ മരണശക്തിയും മാറിപ്പോ. നിങ്ങൾ ആ കൈ ഒന്നടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് ഒന്ന് അന്യഭാഷ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചോ. ഒരു ദുർശക്തി ഉണ്ട് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇവനെ മരിക്കാൻ കൊണ്ടുപോകാൻ കെട്ടി നിൽക്കുന്ന ദുർശക്തികൾ ഇവന്റെ ശരീരം വിട്ടുമാറാ. യേശുവിന്റെ നാമത്തിൽ ഇവന്റെ ശരീരം വിട്ടുമാറാ. ഞാൻ അധികാരത്തോടെ പറയുക, ഇവന്റെ ശരീരത്തിൽ കുടികൊള്ളുന്ന എല്ലാ ദുരാത്മശക്തികളും യേശുവിന്റെ നാമത്തില്ലേ. നിന്നെ മുടിക്കാൻ കയറിയതാ, നിന്നെ തകരാൻ കയറിയതാ. നീ രക്ഷപ്പെടാൻ പോവാ, നീ രക്ഷപ്പെടാൻ പോവാ, നീ രക്ഷപ്പെടാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ കേസ് മാറിപ്പോട്ടെ, കേസ് മാറിപ്പോട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ.